നമസ്കാരം. അടിയന്തരാവസ്ഥക്കാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ടി വേലായുധൻ ചേട്ടനാണ്. വേലായുധൻ ചേട്ടൻ നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂകൾ എടുക്കാൻ തുടങ്ങി അന്ന് മുതൽ കേൾക്കുന്ന പേരാണ് അങ്ങയുടേത്. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്ന ഒരു വ്യക്തിത്വമാണ്. എങ്ങനെയാണ് അടിയന്തരാവസ്ഥക്കാലത്തെ ഓർത്തെടുക്കുന്നത്? അടിയന്തരാവസ്ഥ 1975 ഡിക്ലെയർ ചെയ്യുമ്പോൾ ഞാൻ സംഘത്തിൻ്റെ ഇവിടുത്തെ മണ്ഡലം ചുമതല വഹിക്കുന്ന ആളാണ്. ആ സമയത്ത് ഡിക്ലറേഷൻ വന്നപ്പോൾ സംഘത്തിൻ്റെ ചുമതലപ്പെട്ടവരൊക്കെ മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും മാറി നിന്നു. എന്നാൽ സംഘടനയുടെ പ്രവർത്തനം വളരെ സ്വകാര്യമായ തരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സംഘടന പുറത്തിറക്കുന്ന എന്നുവെച്ചാൽ ലോക സംഘർഷ സമിതി പുറത്തിറക്കുന്ന കുരുക്ഷേത്ര എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധീകരണമുണ്ട്. ആ പ്രസിദ്ധീകരണത്തിൻ്റെ മലപ്പുറം ജില്ലയിൽ മുഴുവനും അതിൻ്റെ വിതരണം ഞാനാണ് നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് എനിക്ക് 21 വയസ്സാണ്. അങ്ങനെ എല്ലായിടത്തും മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ കുരുക്ഷേത്രം എത്തിക്കുക. അന്ന് കുരുക്ഷേത്ര കൂടാതെ സുദർശനം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അതുകൂടാതെ സംഘകാര്യ കർത്താക്കന്മാർക്ക് അറിയിക്കാനുള്ള വൃത്താന്തം എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധീകരണമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ജില്ലയിലൊക്കെ എത്തിക്കുക, പിന്നെ വളരെ സ്വകാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുക, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഭജന തുടങ്ങിയിട്ടുള്ള പ്രവർത്തനം നടത്തുക, ചില വീടുകളിൽ വെച്ച് ശാഖ നടക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലിടയ്ക്ക് ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കാണ് സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സമരം ചെയ്യാൻ നമ്മൾ പിന്നെ ബാച്ചുകളൊക്കെ തയ്യാറാക്കി, ബാച്ചുകൾ സ്ഥലങ്ങളും സമയവും ഒക്കെ നിശ്ചയിച്ച് അവരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ചിലപ്പം മർദ്ദനങ്ങൾ ക്രൂരമാവും, മരണം തന്നെ വന്നേക്കും. പ്രതിജ്ഞയിൽ പറയുന്ന അങ്ങനെ പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞയൊക്കെ എടുത്തിപ്പിച്ചിട്ടാണ് ഇവരെ അതത് സ്ഥലങ്ങളിൽ അവരവരുടെ സമയങ്ങളിൽ എത്തിച്ചിരുന്നത്. അതിലൊക്കെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയിലാണ് 1976 75 കഴിഞ്ഞ 76 ഒരു വർഷം തികയാണ്. ജൂൺ 25. അപ്പോൾ 25-ന് സംഘടനാപരമായ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ ഒരു വാർഷികം, അതിൻ്റെ ഒരു ദുഃഖാചരണമായിട്ട് നടത്തപ്പെടണം എന്ന് നിശ്ചയിച്ചിട്ട് അതിനു വേണ്ടി നമ്മൾ തയ്യാറാകണം. അപ്പോൾ ഇവിടുന്ന് ഒരു 10-12 പേര് ഇതിൻ്റെ ഒരു കരിദിനം ആചരിക്കുന്നതിന് വേണ്ടിയിട്ട് കറുത്ത കൊടിയും, അന്ന് ന്യൂസ് പേപ്പറിലാണ് വാൾ പോസ്റ്റർ എഴുതുന്നത് നീലം കൊണ്ട്. അതുപോലെ ചുമരിൽ നീലം കൊണ്ടാണ് എഴുതുക, മറ്റു സംവിധാനങ്ങളൊന്നുമില്ല. അങ്ങനെ അതൊക്കെ ആയിട്ട് ഞങ്ങൾ 10-12 പേര് രാത്രി പോയി. അതിൻ്റെ മുമ്പ് ഇവിടുന്ന് സമരം ബാച്ചുകളിലൊക്കെ പോയി എൻ്റെ വീട്ടിലെ 2 ജ്യേഷ്ഠന്മാരും സമരത്തിൻ്റെ ഓരോ ബാച്ചിൻ്റെയും ലീഡർമാരായി പോയി സമരം ചെയ്ത് തിരിച്ചു വന്നിട്ടുള്ളൂ. അപ്പോഴേക്ക് ജയിലിൽ നിന്ന് അവരുടെ ശിക്ഷാ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ എന്നെ സംഘടന നിയോഗിച്ചത് ഒളിപ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഈ കരിങ്കൊടി വാൾ പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടന്ന് ജൂൺ 24-ന് 76 ജൂൺ 24-ന് രാത്രി ഞങ്ങൾ ടൗണിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. ഒരു 2 മണിക്ക് ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങി. എല്ലായിടത്തും എഴുത്ത് തുടങ്ങി. ഈ ന്യൂസ് പേപ്പറിൽ എഴുതിയ വാൾ പോസ്റ്റർ ഒട്ടിക്കൽ തുടങ്ങി. കരിങ്കൊടി നാട്ടി. അപ്പോഴേക്കും ഏതോ റോഡിൻ്റെ അരികിലുള്ള വീട്ടുകാരോ ആരോ, നമുക്ക് ഇതിലുള്ളവരോ ആരോ അറിഞ്ഞ പോലീസുകാർ ജീപ്പൊക്കെ ആയിട്ട് ഓടിക്കൂടി. പോലീസുകാർ വരുമ്പോൾ ഞങ്ങൾ മാറി നിൽക്കും. വീണ്ടും പുറത്തേക്ക് അവർ പോയാൽ പുറത്തേക്ക് ഇറങ്ങും, എഴുത്ത് തുടങ്ങും. ഇങ്ങനെ ഞങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായിട്ട് ഞങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് തിരിച്ചെത്തണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അവിടേക്ക് വരുമ്പോൾ ഞങ്ങൾ 3 ആളാണ് വരുന്നത്. എൻ്റെ കൂടെ ഒരു ചെട്ടിയാട്ടിൽ ഗോപാലൻ,
കാട്ടിലങ്ങാടി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ രണ്ടാൾ. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ ഞങ്ങളെ ഈ വണ്ടി ഓടിച്ചിട്ട് പിടിക്കാൻ കിട്ടാത്തത് കൊണ്ട് അവർ വരുന്ന വഴിയിൽ കാടുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു, ഈ റോഡ് സൈഡിലുള്ള. അപ്പോൾ ആരുമില്ല എന്ന നിലയ്ക്ക് ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവമാണ് വരുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു പോലീസുകാരൻ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി വീണ് ഞങ്ങളെ പിടിച്ചു. 3 ആൾ പിടിച്ചപ്പോൾ 3 ആളെയും അയാൾക്ക് പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് കുതറി ഓടി രക്ഷപ്പെട്ടു. പക്ഷെ ഞങ്ങളെ 2 ആളെ അയാൾ പിടിച്ചു എന്നല്ല, അതിൻ്റെ അടുത്തുള്ള പോലീസുകാരൊക്കെ കാടുകളിൽ നിന്ന് ചാടി വന്ന് ഞങ്ങളെ വളഞ്ഞു പിടിച്ചു. അപ്പോഴേക്കും ജീപ്പെത്തി, ജീപ്പിലേക്ക് കയറ്റി ജീപ്പിൽ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതിന് ശേഷം പിന്നെ ലോക്കപ്പിൽ കൊണ്ടുപോയി ഞങ്ങളെ ഡ്രസ്സൊക്കെ കഴിച്ച് വെറും അണ്ടർവെയർ ഇട്ടിട്ട് നിർത്തി. പിന്നെ അവർ വട്ടത്തിൽ 12ഓളം പോലീസുണ്ട്, 13 പോലീസുകാരാണ് നമ്മുടെ ഇതിലുള്ളത്. അവർ വട്ടത്തിൽ നിന്നിട്ട് ഞങ്ങൾ നടുക്ക് നിർത്തി അടിയും ഇടിയും തുടങ്ങി. ഒരാൾ ഇടിച്ച് അങ്ങോട്ടാക്കുമ്പോൾ അവരവിടെ നിന്ന് ഇങ്ങോട്ട് ഇടിച്ച്, അങ്ങനെ അവർ ഒരു കുറേ നേരം ഇടിച്ച് പല്ലൊക്കെ 2 ഇളകി തെറിച്ചു പോയി. എൻ്റെത് ഒരു പല്ല് പൊട്ടി, ചുണ്ടൊക്കെ വീങ്ങിത്തടിച്ച് ചോര ഒലിക്കാൻ തുടങ്ങി. ഗോപാലിനി ഇതേ പ്രവർത്തനം. മുട്ടുകൈ കൊണ്ട് നടു മടക്കിയിട്ട് മുട്ടുകൈ കൊണ്ട് പുറത്ത് ഇടിക്കുക, മുട്ടുകാലും മടക്കിയിട്ട് നെഞ്ചിന് കുനിച്ച് നിർത്തിയിട്ട് നെഞ്ചിന് മേലോട്ട് ഇടിച്ച് കയറ്റുക തുടങ്ങിയിട്ടുള്ള പരിപാടികളിൽ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഈ തുടർച്ച കൊണ്ട് അങ്ങനെ ക്ഷീണിച്ച് പലപ്പോഴും താഴെ വീഴും. അവിടുന്ന് പൊക്കി എഴുന്നേറ്റ് പിന്നെ അടി തുടങ്ങും. ഒരു 10-20 മിനിറ്റോളം ഈ ക്രൂരമായ കൃത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുക. അവിടുന്ന് വീണ് കിടക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ഇടവന്നുള്ളൂ, വേറൊരു പോലീസുകാരൻ കയറി വന്നു. അത് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു, പേര് അബൂബക്കർ ഹാജി. അയാൾ കയറി വന്നിട്ട് ഞങ്ങളെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഇടയ്ക്ക് ചവിട്ടി വീണ്ടും തള്ളിയിട്ടു. 2 പേരെയും ചവിട്ടിയും മുഖത്ത് ചവിട്ടിയൊക്കെ ഷൂട്ട് കാലുകൊണ്ട് ചവിട്ടി പിടിച്ചെഴുന്നേൽപ്പിച്ച്. പിന്നെ ഇതിലൊന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല, എന്താ എന്നൊന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരം വെളുത്തു, ഒരു 8 മണിയായി. 8 മണിയായപ്പോഴും വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട്. ഭക്ഷണം രാത്രി കഴിച്ചതാണ്, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഞങ്ങളെ നേരെ പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് എൻ്റെ അരയിലൊരു ചങ്ങല കിട്ടി, ഗോപാലൻ്റെ അരയിലൊരു ചങ്ങല കിട്ടി. ചങ്ങലൻ്റെ തല 2 കൂടി കൂട്ടിക്കെട്ടി. ഒരു പോലീസുകാരൻ, ഈ പോലീസ് സ്റ്റേഷൻ്റെ വാതിൽ റോഡ് സൈഡിലാണ്. പോലീസുകാരൻ റോഡ് സൈഡിലേക്ക് ഇറങ്ങി നിന്ന് പെട്ടെന്ന് ഒറ്റ വലിച്ച് ഞങ്ങൾ ഇങ്ങനെ ഉരകുത്തി റോട്ടിലേക്ക് മലർന്നടിച്ചു വീണു. അവിടുന്ന് ചങ്ങല പിടിച്ചാണ് പൊന്തിച്ചത്. അങ്ങനെ ഉയർത്തി എഴുന്നേൽപ്പിച്ചിട്ട് നടക്കടാ പറഞ്ഞിട്ട് ഞങ്ങളെ 2 പേരെയും നടത്തിച്ചു. അപ്പോൾ ഒക്കെ പുറകിൽ ഈ 12 പേരും ഒക്കെ റെഡിയായി. അവരുടെ കയ്യിൽ ലാത്തിയുണ്ട്. ലാത്തി ഇല്ലാത്തവരുടെ കയ്യിൽ പട്ടികയാണ്. ഈ ലാത്തിയും പട്ടികയും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പുറകിൽ അവർ വരുമ്പോഴൊക്കെ ഈ ചങ്ങല പിടിച്ച് വലിക്കും. ഞങ്ങൾ താഴെ വീഴും, അവിടുന്ന് ഉയർത്തി എഴുന്നേൽപ്പിക്കും. എന്നിട്ട് ഈ പട്ടിക കൊണ്ട് പുറത്തടിക്കും, ലാത്തി കൊണ്ടടിക്കും, തോളിലാഞ്ഞ് അടിക്കും. ഇങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് നടത്തി. ഏകദേശം പോലീസ് സ്റ്റേഷൻ്റെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ എഴുതിയതൊക്കെ കാണാൻ തുടങ്ങും. കാരണം പോലീസ് സ്റ്റേഷൻ്റെ അടുത്തേക്ക് എഴുതാൻ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് അവിടെ എത്തിയപ്പോൾ ഈ നീലം കൊണ്ട് എഴുതിയിട്ടുണ്ട്. എഴുതിയത് ഇത്രയേ ഉള്ളൂ: ജനാധിപത്യം പുലരണം, ഇന്ദിരാഗാന്ധി രാജിവെക്കണം, അടിയന്തരാവസ്ഥ പിൻവലിക്കണം. ഈ 3 മുദ്രാവാക്യങ്ങളേ ഉള്ളൂ. ജനാധിപത്യം വേണം എന്നുള്ളതാണ് ഇപ്പം ഈ പറഞ്ഞ കേസ്. അങ്ങനെ ഈ അവിടുന്നൊക്കെ മർദ്ദനം നടക്കണം. അപ്പോഴേക്കും ഒരു 8-8:30 ആയിട്ടുണ്ട്. ജനങ്ങളൊക്കെ റോട്ടിലിറങ്ങി. ഞങ്ങളെ ഈ 12 പോലീസുകാരും ഇങ്ങനെ അടിച്ചും ഇടിച്ചും താഴെ ഇട്ടും വലിച്ചു പൊന്തിച്ചൊക്കെ വരുന്നത് കണ്ട് ജനങ്ങളൊക്കെ ഭയവിഹ്വലരായിട്ട് ഇങ്ങനെ 2 സൈഡിലേക്ക് മാറി നിന്നു. വരുന്ന വാഹനങ്ങളൊക്കെ സൈഡ് ഒതുക്കി. അങ്ങനെ ഈ നീലം കൊണ്ട് എഴുതിയത് മായ്ക്കാൻ നിർദ്ദേശിച്ച്, മായ്ക്കാൻ വേണ്ടി കൈ ഉയർത്തി മായ്ക്കാൻ 2 ആളും ശ്രമിക്കുമ്പോൾ കൈ കൊണ്ട് മായ്ക്കണ്ട, നക്കി മായ്ക്കണം പറഞ്ഞു. അങ്ങനെ നക്കി മായ്ക്കാൻ കുറേ മടിച്ചു നിന്നപ്പോൾ അടി കിട്ടി. പിന്നെ നക്കി മായ്ക്കാൻ തുടങ്ങി.
നീലം കൊണ്ട് എഴുതിയത് നക്കാൻ തുടങ്ങിയപ്പോൾ തല കൂട്ടി വീണ്ടും ഈ ചുമരിനോട് ഇടിച്ച് മുറിഞ്ഞ മുറി വീണ്ടും ചെന്ന് കുത്തി വീണ്ടും ചോര കൂടെ ഒഴുകി ഈ നീലത്തിൽ മുഖം പിടിച്ചൊരതി. അങ്ങനെ കുറച്ച് ദൂരം ഈ നക്കലും മായ്പിക്കലുമായിട്ട് അങ്ങനെ മുഖമാകെ വികൃതമായിട്ട് ഒരു ഈ രക്തവും നീലവും കൂടിയൊക്കെ ഒരു പേസ്റ്റായിട്ടാകെ വളരെ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും നടക്കുകയാണ്. പിന്നെ അവർക്ക് മനസ്സിലായി ഇതിങ്ങനെ നക്കി മായ്പിച്ചുകൊണ്ടിരുന്നത് തരില്ല എന്ന് തോന്നിയിട്ട് കടയുടെ ഏതോ ഭാഗത്ത് കിടന്ന അന്ന് ചണയുടെ ചാക്ക് ആണ് അധികമുള്ളത്, പ്ലാസ്റ്റിക് ചാക്കുകളൊന്നും ഇല്ലാത്ത കാലം. അത് കിടക്കുന്നുണ്ട് കീറിയത്, അത് കുറ്റി ഞങ്ങൾക്ക് രണ്ടാക്കും തന്നിട്ട് ഓടയിലത്തെ വെള്ളം കൊണ്ട് മായ്ക്കാൻ പറയാൻ തുടങ്ങി. പിന്നെ അതുകൊണ്ടാണ് മായ്ച്ചതൊക്കെ. അപ്പോഴൊക്കെ അടിയടി അവരുടെ ഉദ്ദേശം ജനങ്ങൾ ഇത് കാണണം, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ മർദ്ദനത്തിന് വിധേയമാവും എന്ന് കാണണം എന്നുള്ള നിലയ്ക്ക് തന്നെ വളരെ ക്രൂരമായിട്ട് പിന്നെയും അറിയുന്നു. ചാടിയൊക്കെ മുട്ടുംകാലം കൊണ്ട് ഇടിക്കുകയൊക്കെയാണ് പുറത്തൊക്കെ. അങ്ങനെ വീണ്ടും നടന്ന് കണ്ടുപോയി. അങ്ങനെ ഞങ്ങളുടെ ഈ ദിശയിലേക്ക് വരുന്ന സ്ഥലത്ത് വരുമ്പോൾ എൻ്റെ അമ്മ, അന്ന് നമ്മുടെ പ്രവർത്തകർക്കൊന്നും പുറത്തിറങ്ങാൻ വയ്യ, പുറത്തിറങ്ങിയ പോലീസ് പിടിക്കും, വഴിയിൽ വെച്ചാൽ കണ്ടാൽ പിടിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാൻ ഇവിടുത്തെ ഒരു പ്രവർത്തകർക്കും സാധ്യമല്ല. അപ്പോൾ അമ്മയെ പറഞ്ഞേക്ക് അവർ അന്വേഷിക്കാൻ. അമ്മ സാധാരണ ഒരാളാണ്, വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ പോറ്റി വളർത്തുന്നത്. നടിയിലിന് പോയിട്ട്, കൊയ്ത്തിന് പോയിട്ട്, പിന്നെ അങ്ങനെ പായ നെയ്തിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ വളർത്തിക്കൊണ്ടിരുന്നു. അമ്മ ഒരു മുണ്ടുടുത്ത് ഒരു ബ്ലൗസ് ഇട്ട് ഒരു തോർത്തും കൊണ്ടൊക്കെ ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരിക, എൻ്റെ മോനെ എവിടെയെന്ന് അന്വേഷിക്കുക. അപ്പോഴാണ് ജനം ഇങ്ങനെ കൂടി നിൽക്കുന്നതും ഇങ്ങനെ രണ്ടാളെ കൊണ്ടുവരുന്നത്. അമ്മ ഈ കൂട്ടത്തിൽ നിന്നിട്ട് ഈ കൊണ്ടുവരുന്നത് നോക്കണം, പക്ഷെ എന്നെ മനസ്സിലാവണില്ല എൻ്റെ അമ്മയ്ക്ക്. അങ്ങനെ അടുത്തെത്തിയപ്പോൾ ഞാൻ കാണുന്നുണ്ട്, അമ്മ എന്നെ കാണേണ്ട കരുതിയിട്ട് ഞാൻ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് മുഖം കൊടുക്കാതെയൊക്കെ. പക്ഷേ എങ്ങനെയോ അമ്മ മനസ്സിലാക്കി. അമ്മ അപ്പോൾ തന്നെ ബോധം കെട്ട ആ കൂട്ടത്തിൽ വീണു. ആരൊക്കെയോ അമ്മയെ പൊക്കിക്കൊണ്ടുപോയി വെള്ളമൊക്കെ തെളിച്ച് വെള്ളം കുടിപ്പിച്ച് നേരെ വീട്ടിലേക്ക് കൊണ്ടു. ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും ഈ മുട്ടുകാലം കൊണ്ടൊക്കെ ചാടി ഇടിച്ചിട്ട് കമിഴ്ന്നടിച്ച് വീണ് ശ്വാസം കിട്ടാതെ കണ്ണുരുട്ടിയൊക്കെ നിൽക്കുന്ന സമയം ഉണ്ടായി. അപ്പോൾ ചില പോലീസുകാർ പറഞ്ഞു, അങ്ങനെ ഇടിക്കരുത്, വഴിയിൽ കിടന്ന് ചത്തുപോകും എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഇടിക്കുന്ന പോലീസ്. ഈ ഇടിക്കുന്ന പോലീസുകാരൻ്റെ പ്രത്യേകത, അതൊരു കുഞ്ഞു മുഹമ്മദ് ആയിരുന്നു. ഞങ്ങളെ മർദ്ദിച്ചതിൽ ഏറ്റവും കൂടുതൽ ഈ അബൂബക്കറാജും ഒരു മുഹമ്മദ് കുട്ടിയും ഒരു കുഞ്ഞു മുഹമ്മദും ആണെന്നുള്ളതാണ് പ്രത്യേകം അറിയേണ്ടത്. മറ്റുള്ള പോലീസുകാരുണ്ടായിരുന്ന ഏറ്റവും വലിയ പിന്നെ മർദ്ദന വീരൻ എന്നൊക്കെ പറഞ്ഞൊരു വത്സൻ പോലീസുകാരൻ, അയാളൊക്കെ ആ വട്ടത്തിൽ നിന്ന് അടിച്ച കൂട്ടത്തിലേ നിന്ന് അടിച്ചുള്ളൂ. അന്നത്തെ SI ഒരു കുട്ടപ്പായി, അയാളും ഞങ്ങളെ ആദ്യത്തെ 1-2 അടി അടിച്ചു എന്നല്ലാണ്ട് പിന്നെ അടിക്കാൻ വന്നിട്ടില്ല. അവരൊന്നും ഇപ്പം എവിടെയെന്ന് അറിയില്ല. ഏതായാലും ഇവരുടെ മർദ്ദന, ഇവർ പിന്നെ ഇങ്ങനെ ഞങ്ങളെ പിന്നെയും ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി. ലോക്കപ്പിലാക്കി അവിടെ ഇട്ട് പിന്നെ ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ 3 പേര് വന്നിട്ടാണ് ഇടി നടത്തുന്നത്. അവർക്ക് എന്തോ കൊടുത്ത മാതിരി ഇടയ്ക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് വരിക, അടിക്കുക, ഇടിക്കുക, ഇങ്ങനെയൊക്കെ. കുറച്ച് കഴിഞ്ഞ വേറെയും പോലീസുകാർ വന്ന് ഞങ്ങളെ ഈ വരാന്തയിലേക്ക് ഇറത്തി. റോട്ടിലുള്ളവർ കാണാത്ത വിധം മതിലുള്ള ഒരു ചെറിയ വരാന്ത, കുഞ്ഞു വരാന്ത, അതിൽ ചാരി ഇരുത്തി രണ്ടാളുടെയും കാല് നീട്ടി വെപ്പിച്ചു. ഇനി ഇതെന്തിനാ എന്നറിയില്ല. അങ്ങനെ ആദ്യം എൻ്റെ കാലിൽ 2 ഷൂട്ട പോലീസുകാർ ചവിട്ടിക്കേറി നിന്നു. എന്നിട്ട് ഒരു വണ്ണമുള്ള ചൂരലിൽ പോത്തിൻ്റെ തോല് ചുറ്റിയിട്ടുള്ള ഒരു ചൂരലുമായിട്ട് വന്നിട്ട് ബക്കറ്റിലെ വെള്ളത്തിൽ അത് മുക്കിയിട്ട് എൻ്റെ വെള്ളയിൽ അടിക്കാൻ തുടങ്ങി. അപ്പോഴും ചോദ്യങ്ങളൊന്നുമില്ല. അടിച്ച് ഞാൻ കരയുമ്പോൾ കരയാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. കാല് വലിക്കാതിരിക്കാനാണ് ഈ മുട്ടിൽ ചവിട്ടി നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 5-10 അടിയൊക്കെ അടിച്ചതിന് ശേഷം അവർ പിന്നെ ഗോപാലിനെ, ഈ പോലീസുകാർ ഗോപാലിൻ്റെ കാലിന്മേൽ കയറിക്കൽ തുടങ്ങി. ഈ അടിക്കുന്ന ആൾ ഗോപാലിൻ്റെ കാൽവെള്ളയിൽ അടിക്കുന്നുണ്ട്. പിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി
ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിലിങ്ങനെ ചാടിച്ച് കുറേ ചാടിച്ചിട്ട് പിന്നെ ഇരുത്തും. അപ്പോഴേക്കും ഗോപാലനെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ വീണ്ടും എന്നെ അടിക്കാൻ തുടങ്ങും ഈ തരത്തിൽ. അപ്പോൾ ഗോപാലനെ ചാടിക്കും. ഈ ചാടിക്കുന്നത് എന്തിനാ വെച്ചാൽ കാൽവെള്ളയിൽ പൊള്ളാതിരിക്കാനാണ് അത്രേ. അത് തന്നെ പോലീസുകാർ തമ്മിൽ പറയുന്നതാണ്. അങ്ങനെ അടി കുറേ തുടർന്ന് അത് കഴിഞ്ഞിട്ട് വീണ്ടും ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി. അവിടെ കിടന്ന് ഞങ്ങൾ വളരെയധികം ഇതിപ്പോൾ എങ്ങനെയാവും എന്നറിയാതെ ഇങ്ങനെ നിൽക്കണം. ഇല്ല, ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നിട്ട് ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് സങ്കല്പ കസേര എന്ന് പറഞ്ഞിട്ടൊരു തരത്തിൽ കസേര ഉണ്ടാവില്ല, നമ്മളിങ്ങനെ ഇരിക്കണം. അങ്ങനെ സങ്കല്പ കസേരയിൽ ഇരിച്ച് ഒരു മിനിറ്റ് പോലും ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ശരീരം ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വീഴും, പിന്നെയും പിടിച്ച് നിർത്തും, പിന്നെയും വീഴും. അങ്ങനെ ആയപ്പോൾ അവർ പറഞ്ഞു വേണ്ട, ഇനി അങ്ങനെ നിർത്തണ്ട. എന്നിട്ട് വീണ്ടും ഇതേപോലെ ചാരിയിരുത്തി. അപ്പോൾ ഞാൻ കാലുകളിൽ അടിക്കാനാവും ഇനിയും ശ്രമം എന്ന് കരുതി. പക്ഷെ അതായിരുന്നില്ല. അവരൊരു വലിയ റോളർ കൊണ്ടുവന്നിട്ട് തുടയിലിങ്ങനെ ഉരുട്ടാൻ തുടങ്ങി. ഉരുട്ടിയപ്പോൾ വളരെ ശക്തമായി ഉരുട്ടി തുടങ്ങിയപ്പോൾ കാലിൻ്റെ മസിലുകളൊക്കെ ഇങ്ങനെ ഇളകി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ചതയാൻ തുടങ്ങി. വേദന കൊണ്ട് രണ്ടാളും ആർത്ത് നിലവിളിക്കുമ്പോൾ ഈ താഴെ കിടക്കുന്ന ഈ ചളിയിലും വെള്ളത്തിലും കിടക്കുന്ന തുണിയുടെ ചവിട്ടിയുണ്ട്, അത് പിച്ച് ചീന്തി ഞങ്ങളുടെ വായയിലുണ്ടെങ്കിലും തിരികെ അവർ എന്നിട്ട് ഉരുട്ടാൻ തുടങ്ങി. പ്രാണൻ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോകും എന്നുള്ള മട്ടിലെത്തി. ഇടയ്ക്കിടയ്ക്ക് മുട്ടുകാലം കഴിഞ്ഞ് എല്ലുകൾക്കും മേലെ കൂടിയൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ തളർന്ന് വീണ്ടും ബോധം കെട്ട് വീണപ്പോൾ ഒരു വീട്ടിൽ നിർത്തിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അവിടുന്ന് രണ്ടാളെ കൈയും മാത്രം ഓരോരോ കൈ പിടിച്ചിട്ട് വലിച്ച് ഈ വാതിലിൻ്റെ കട്ടിലൊന്നും അവർ ശ്രദ്ധിക്കാണ്ട് അതിൻ്റെ മേലെ കൂടി വലിച്ച് ലോക്കപ്പിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വാതിലടച്ച് അവർ പോയി. പിന്നാണ് ചോദിക്കുന്നത് നിങ്ങളുടെ കൂടെ ആരൊക്കെയായിരുന്നു എന്ന്. അപ്പോൾ ഗോപാലൻ ഇങ്ങനെ ഗോപാലൻ അത്ര സജീവമായ പ്രവർത്തനത്തിലുള്ള ഒരാളായിരുന്നില്ല എന്നാണ് നമ്മുടെ സംഘത്തിൻ്റെ അനുഭാവിയൊക്കെയാണ്. ശാഖയിലൊക്കെ വന്നിട്ടുണ്ട് ആള്. ഞാൻ കയറി, അറിയില്ല, ഞങ്ങൾക്ക് ഈ വന്നവരാരെയും അറിയില്ല. അവരൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത്, ഞങ്ങൾ ആ കൂട്ടത്തിൽ വന്നതാണ് എന്ന നിലയ്ക്ക് ഞാനതിനെ പറ്റി പറഞ്ഞപ്പോൾ പിന്നെയും അടി തന്നെ, ഇടിയും നെഞ്ചത്തിടിക്കലും കുനിച്ച് നിർത്ത് പുറത്ത് ഇടിക്കലും അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. രണ്ടുപേര് രാത്രിയായപ്പോൾ അവർ ഓഫീസിലേക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോയി. ഷർട്ട് മുണ്ടൊക്കെ ഇടിയിച്ചു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെ വണ്ടിയിൽ കയറ്റി, അഡ്രസ്സൊക്കെ എഴുതിയെടുത്തു അവിടുന്ന് സ്റ്റേഷൻ്റെ. ഞങ്ങളെ അഡ്രസ്സ്, അച്ഛൻ്റെ പേര്, സ്ഥലം, കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് നേരെ ഈ ജീപ്പിലേക്ക് കയറ്റിയതിന് ശേഷം നേരെ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്, നിങ്ങൾക്ക് ഈ ഭേദ്യം കിട്ടിയതൊന്നും പറയാൻ പാടില്ല, പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ കൊണ്ടുവരാം, പിന്നെ ഞങ്ങൾ പുറം ലോകം കാണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയി. മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലാണ് കൊണ്ടുപോയത്. മജിസ്ട്രേറ്റ് നേരത്തെ നിശ്ചയിച്ചതുപോലെ അദ്ദേഹം ഒരു വീട്ടിൻ്റെ പൂമുഖത്ത് ഒരു മേശയും കസേരയൊക്കെ ഇട്ട് അതിലിരിക്കുന്നുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ മുറ്റത്ത് ഇരുട്ടായ ഒരു സ്ഥലത്ത് ഞങ്ങൾ നിർത്തി. കാരണം ഞങ്ങളുടെ മുഖമൊക്കെ പൊട്ടി വീർത്തൊക്കെ നിൽക്കുന്നുണ്ട്. മുഖമൊക്കെ ഞങ്ങളെ കൊണ്ട് ഇവിടുന്ന് കഴിയിച്ചിരുന്നു. എന്നാലും ഈ മുറികളൊക്കെ കാണുന്നുണ്ട്. അവിടെ ചെന്ന് മജിസ്ട്രേറ്റ് പേരും വിവരമൊക്കെ എഴുതിയതിൻ്റെ ശേഷം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ പറയരുത് പറഞ്ഞല്ലോ. ഇല്ല പറഞ്ഞു. നാളെ കൊണ്ടുപോയിട്ട് ജയിലിൽ കൊണ്ടാക്കി പറഞ്ഞു. നേരെ താനൂരിലേക്ക് തന്നെ കൊണ്ടുവന്നു. പിന്നെ ഒന്നും അവർ ഞങ്ങളെ ചെയ്തിട്ടൊന്നുമില്ല. രാത്രി ചോറ് വാങ്ങി തന്നു. ചോറ് കഴിക്കാൻ വയ്യ, ഇറങ്ങുന്നില്ല. എന്നിട്ട് കുറേശ്ശൊക്കെ കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ ബസ്സിനാണ് ഞങ്ങളെ പോലീസ് കൊണ്ടുപോയത് ജയിലിൽ കൊണ്ടുപോയി. ഞങ്ങൾ 8 മാസം ജയിലിൽ കിടന്നു. ജയിലിൽ ചെന്ന സമയത്ത് വേദന കൊണ്ടും വയ്യാണ്ടിയും ശ്വാസം കിട്ടാതെയൊക്കെ വളരെ പ്രയാസങ്ങൾ. അന്ന് പൊന്നാനി മാധവേട്ടൻ സംഘത്തിൻ്റെ ജില്ലാ
പ്രചാരക്കും കാര്യവാഹമൊക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത്. അദ്ദേഹം അവിടുത്തെ വാർഡന്മാരോട് പറഞ്ഞു, ഇവരെ ഇങ്ങനെ ഇവിടെ ഇവർ ചത്തുപോകും, ഇവരെ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടുത്തെ വാർഡന്മാർ പറഞ്ഞു സൂപ്രണ്ട് വന്നിട്ട് കൊണ്ടുപോകാം. പക്ഷെ സൂപ്രണ്ട് വന്നില്ല, ഞങ്ങളെ കൊണ്ടുപോയതുമില്ല. അങ്ങനെ പതുക്കെ പതുക്കെ വേദനകളൊക്കെ മാറി 8 മാസം അവിടെ കിടന്ന് തിരിച്ചു വന്നതിന് ശേഷം സംഘം ഞങ്ങളൊരു 3 വർഷം ഉഴിച്ചിലിനും പിഴിച്ചിലിനൊക്കെ കൊണ്ടുപോയി നമ്മുടെ കോഴിക്കോടുള്ള ഹിന്ദുസ്ഥാൻ കളരി സംഘം സാമിയേട്ടൻ്റെ അടുത്ത്. അവിടെ ഞങ്ങൾ 3 വർഷം ഉഴിച്ചിലും പിഴിച്ചിലൊക്കെ നടത്തി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി കിടക്കണം, നടുവേദനയും ശ്വാസം തിങ്ങലും മുട്ടലൊക്കെ അത് നടത്തിക്കൊണ്ടിരുന്നു. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തതിലും വലുതാണ്, അല്ലെങ്കിൽ അത്രത്തോളം ഭീകരമാണ് അങ്ങ് കടന്നുപോയ അവസ്ഥ എന്ന് മനസ്സിലാകും. പക്ഷെ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായത് എന്നുള്ളതാണ്. കാരണം നമ്മുടെ മനസ്സിന് ധൈര്യമില്ലെങ്കിൽ ഒരിക്കലും നമുക്കതിനെ ഇത്രത്തോളം വേദന സഹിക്കണമെങ്കിൽ തന്നെ നമുക്കൊരു ധൈര്യം വേണം എന്നുള്ളതാണ്. വേദന സഹിക്കുക നിവൃത്തിയൊന്നുമില്ല. കാരണം ചോദ്യങ്ങളോ അതിന് ഉത്തരങ്ങളോ ഒന്നും അവർ കാക്ഷിക്കുന്നില്ല. രാജനെ കൊണ്ടുപോയി കൊന്നത് ചോദ്യങ്ങളും ധൈര്യമൊന്നും നോക്കിയിട്ടല്ലല്ലോ. പ്രത്യേകിച്ച് അന്നത്തെ കോൺഗ്രസ്സുകാർ ചൂണ്ടിക്കാണിച്ച് ആൾക്കാരെ പിടിപ്പിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അവർക്ക് ദേഷ്യമുള്ളവരൊക്കെ പിടിപ്പിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ സമരമുഖത്ത് ഉണ്ടായിട്ടേ ഇല്ല. അവർ വിപ്ലവമൊക്കെ പറയുമെങ്കിലും സമരമുഖത്ത് അവരുണ്ടായിട്ടില്ല. ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാനസികമായി വലിയ സംഘർഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനുശേഷം അത് മാനസികമായി അലട്ടിയിട്ടുണ്ടോ ഈ ദിവസങ്ങൾ? മാനസികമായിട്ട് അലട്ടില്ല. നമ്മളങ്ങനെ ഒരു പിന്നെ എന്താണ് സംഘശാഖയിൽ പാടിയതുപോലെ ഒരു വരത്തിന് വേണ്ടി മാത്രം വ്രതമെടുത്തവരാണ് നമ്മൾ എന്നത് മനസ്സിലിങ്ങനെ എപ്പോഴും ഉണ്ടാവും. ഈ 22 വയസ്സ് ആയിരുന്നു എന്ന് പറഞ്ഞു. 21 വയസ്സായിരുന്നു, ചെറുപ്രായമാണ്. ആ സമയത്ത് എങ്ങനെയാണ് ഈ സംഘത്തിലേക്ക് കടന്നത്? അല്ലെങ്കിൽ എത്രാമത്തെ വയസ്സ് മുതലാണ്? സംഘത്തില് ഞാൻ ഇവിടെ 62-ലാണ് ശാഖ തുടങ്ങുന്നത്. ഞാനന്ന് 5ാം ക്ലാസ്സിൽ ഒരു 5ാം ക്ലാസ് മുതൽ ഇവിടെ വൈകുന്നേരത്തെ ശാഖകളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശാഖയിലെ ഘടനായകനായിട്ട്, ചെറിയ ശാഖയിലെ ഘടനായകൻ എന്ന് പറയാം, കുട്ടികളെ വിളിച്ചുകൊണ്ടിരുന്ന ആളെ. അതുമുതൽ ശിക്ഷകൻ, മുഖ്യ ശിക്ഷകൻ, മണ്ഡൽ കാര്യവാഹ്, മണ്ഡൽ ബാലാപ്രമുഖ്, മണ്ഡൽ ഭൗതിക് പ്രമുഖ്, താലൂക്ക് കാര്യവാഹ്, താലൂക്ക് ഭൗതിക്, അങ്ങനെ ജില്ലാ കാര്യവാഹ്, പ്രചാരകൻ, അങ്ങനെ കയറി ഞാൻ എല്ലാ ദിശകളിലൂടെയും എല്ലാ സ്ഥാനങ്ങളിലൂടെയും കയറി വന്നതാണ്. അതിലിടയ്ക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ OTCകളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ എനിക്ക് ഇതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ വീര്യം കൊണ്ടാണല്ലോ ഞാൻ ഇതിലൊക്കെ എടുത്ത് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ പാകത്തിന് സംസാരിക്കുന്നു, ഭൗതികങ്ങൾ നടത്തുന്നു. പിന്നെ എനിക്കെങ്ങനെ പിന്മാറാൻ പറ്റും? ഈ ആക്രമിച്ച പോലീസുകാരെ പിന്നീട്, ഈ മർദ്ദിച്ച പോലീസുകാരെ പിന്നീട് എപ്പോഴെങ്കിലും കാണേണ്ടി വന്നിട്ടുണ്ടോ? പിന്നീട് ഞാൻ തിരിച്ചു വന്ന സമയത്ത് ഈ അടിയന്തരാവസ്ഥ പിൻവലിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രവർത്തകർ അവരെ വെറുതെ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറഞ്ഞ പേരുകളുണ്ടല്ലോ, 3 പേര്. അപ്പോൾ അവര് അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് തോന്നിയിട്ട് അവരെ നേരെ ചില ശ്രമങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ നടത്തിയില്ല. ഒരുങ്ങി റെഡിയായി പോകാൻ നിൽക്കുമ്പോഴാണ് സംഘനിർദ്ദേശം വേണ്ട എന്ന്. അതിന് കാരണം അന്നത്തെ സർസംഘചാലക്ക് നമുക്കെല്ലാം പൊറുക്കാം, എല്ലാം മറക്കാം എന്നൊരു വാക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പൊറുക്കാൻ അവര് സന്നദ്ധരായി. ഞാനൊരു ലേഖനം വായിച്ചിട്ടുണ്ടായിരുന്നു, അതിലിങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ മർദ്ദിച്ച ഒരു പോലീസുകാരൻ പിന്നീട് സംഘത്തിൽ ചേരുന്നതിനെ കുറിച്ചിട്ടാണ് ആ ലേഖനത്തിൽ. അതൊരു കത്ത് കിട്ടിയതാണ് എനിക്ക് തോന്നുന്നു. ഇത്തരത്തിലുള്ള ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടാവും. അവര് അടിയന്തരാവസ്ഥയിൽ മാത്രമല്ല, പോലീസായിരിക്കുമ്പോൾ ഞാനൊരിക്കൽ പ്രചാരക്കായിരിക്കുമ്പോൾ പെരിന്തൽമണ്ണ ഒരു സംഘത്തിന്റെ വിജയദശമി പ്രോഗ്രാമിന് ചെന്നപ്പോൾ ഞാനാണ് ഭൗതിക് നടത്തേണ്ടത് ആ സാങ്കിക്കിന്. അപ്പോൾ ഭൗതിക് നടത്താൻ സ്റ്റേജിലേക്ക് ചെന്നപ്പോൾ അധ്യക്ഷ പദവിയിലിരിക്കുന്നത് ഇന്നിവിടെ ഇട്ട് ആക്രമിച്ച ഒരു പോലീസുകാരനാണ്. സംഘത്തിന്റെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ആ രീതിയിലായിപ്പോയി. അപ്പോൾ പിന്നീട് അവർ മാറി വരും. സാരില്ല, അങ്ങനെ വരട്ടെ. ഇപ്പൊ ആ സമയത്ത് നമുക്കറിയാം കരുണാകരന്റെ പോലീസാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മർദ്ദനമേറ്റ ഒരാൾ എന്ന് പറയുന്നത് ചേട്ടനാണ്. മറ്റു സ്ഥലങ്ങളിനേക്കാൾ കൂടുതൽ മലപ്പുറത്ത് അതിന്റെ ഒരു ആഘാതം ഉണ്ടായിരുന്നു. നമ്മുടെ
ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടത്തി വോട്ട് അഭ്യർത്ഥിച്ച് വോട്ട് കൊടുത്ത് അധികാരത്തിൽ വന്ന ഇന്ദിരാഗാന്ധി അതേ ആൾക്കാരോട് ചെയ്ത ഈ ക്രൂരത ലോക ചരിത്രത്തിലില്ല. അങ്ങനെ ഹിറ്റ്ലറിസമൊക്കെ നടത്തിയത് സ്വയം അവർ കയറി വന്ന് ഏകാധിപതികളായതാണ്. പക്ഷേ ജനാധിപത്യത്തിൽ വോട്ടുകൾ വാങ്ങി അധികാരത്തിൽ വന്നിട്ട് ഏകാധിപതിയായി മാറിയത് വളരെ ചുരുക്കം. മുസോളിനിയും ഹിറ്റ്ലറും ഒന്നും ഇല്ല. തീർച്ചയായിട്ടും അതിലും ക്രൂരമായിട്ടാണ് ഇന്ദിരാഗാന്ധിയുടെ കാര്യങ്ങൾ നടത്തിയത്. ഈ മാധ്യമങ്ങൾ പോലും മൗനത്തിലായിരുന്ന ഒരു സമയമാണ്. അന്നത്തെ ഏറ്റവും വലിയ ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കുരുക്ഷേത്രയും സുദർശനവും മാത്രമായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിന്റെ ഒരു വിതരണങ്ങൾ കാലഘട്ടം എങ്ങനെയാണ്? ഒരു പത്രത്തിനും അവർക്ക് അനുയോജ്യമായ പത്രങ്ങളൊക്കെ അതും ശക്തമായ നിരീക്ഷണത്തിന് ശേഷം പുറത്തിറക്കാൻ അനുവദിച്ചിട്ടുള്ളതാണ്. മറ്റ് അവർക്ക് വിരുദ്ധമായി നിൽക്കുന്ന എതിർകക്ഷികളുടെ പത്രങ്ങളൊക്കെ അവർ നിരോധിച്ച് മാധ്യമ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി അതിൻ്റെ പത്രാധിപന്മാരെ അടക്കം അറസ്റ്റ് ചെയ്ത് ജയിലറകളിലാക്കിയവരാണ്. അപ്പോൾ സ്വാതന്ത്ര്യം എന്നത് തീരെ ഇല്ല എന്നുള്ളത് കൊണ്ട് മാധ്യമങ്ങൾക്കും അതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ആർക്കും അറിയില്ല, ഈ ഭാരതത്തിൽ ഇങ്ങനെ ജയിലറകളിലേക്ക് പോയൊരു വില്ലേജ് വേറില്ല. അത് പ്രത്യേകം ഇത് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കാരണം ഏകദേശം 58ഓളം പേര് ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെ, എൻ്റെ വീട്ടിൽ നിന്ന് 3 ആൾ പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി മനസ്സിലാക്കുക. അങ്ങനെ സമരത്തിന് പോയത് ഭാരതത്തിലെ ഗ്രാമങ്ങളിൽ നിന്ന് ഈ താനൂരിനാണ് അതിൻ്റെ ഇതുള്ളത്. ഇപ്പോൾ 50 വർഷം ആകാൻ പോവുകയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട്. ഇന്ന് ഇപ്പോൾ ആ ഒരു രാത്രിയിലാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആ രാത്രി ഓർക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ? വളരെ ഭീകരമായി തോന്നുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രവർത്തകരന്ന് എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ സമരത്തിന് വേണ്ടി വന്നത്. നന്ദി. നമസ്കാരം.